ഇന്ത്യയിലെ മാധ്യമങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി ഒട്ടനവധി സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ തന്നെ അച്ചടി മാധ്യമങ്ങളായും ഇലക്ട്രോണിക് മാധ്യമങ്ങളായും സിനിമയുമായും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ മാധ്യമരംഗത്ത് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളും മാധ്യമങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഉന്നതതല സ്ഥാപനങ്ങളുമുണ്ട്. ഉന്നതതല സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളും ഈ മന്ത്രാലയത്തിന് കീഴിലാണുള്ളത്. ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് നമ്മുടെ 5ാമത്തെ പാഠം. ചാപ്റ്റർ 5 മീഡിയ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ. ആദ്യം അച്ചടി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാം. Let's start with the print media organizations in India. Here are the print media organizations. RNI, Registrar of Newspapers for India. PIB, the Press Information Bureau. Publications Division. PCI, Press Council of India. DAVP, Directorate of Advertising and Visual Publicity. ABC, Audit Bureau of Circulation. INS, Indian Newspaper Society. NRS, National Readership Survey. IRS, Indian Readership Survey. RSCI, റീഡർഷിപ്പ് സ്റ്റഡീസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇങ്ങനെ 10 സ്ഥാപനങ്ങളാണ് അച്ചടി രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവയുടെയെല്ലാം പൂർണ്ണ രൂപം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ ഫോക്കസ് ഏരിയയിൽ നൽകിയിരിക്കുന്നവ മാത്രം നമുക്ക് ആദ്യം പഠിക്കാം. അവ ഏതൊക്കെയാണ്? RNI, PIB, PCI, DAVP, ABC. Let's begin with RNI. RNI stands for the Registrar of Newspapers for India. പത്ര രജിസ്ട്രാർ എന്ന് പറയും. RNIയുടെ ധർമ്മം എന്താണെന്നല്ലേ? നിങ്ങൾക്ക് പരിചിതനായ ഒരു വ്യക്തി സ്വന്തമായി ഒരു പത്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സഹായിക്കും? പത്രം ആരംഭിക്കണമെങ്കിൽ പത്ര രജിസ്ട്രാറിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. ഇതിനായി RNIയുടെ ഓഫീസിനെ സമീപിക്കേണ്ടതാണ്. ഇന്ത്യയിൽ അച്ചടിക്കുന്ന എല്ലാ വാർത്താ മാധ്യമങ്ങളും RNIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. It is compulsory to register all printed materials to the RNI. That is, if anybody is planning to start a printed publication like newspaper or magazine, he should first get a registration certificate from RNI. That is compulsory. That is a rule regarding starting a printed publication in India. ആദ്യത്തെ പ്രസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ജൂലൈ 1, 1956 RNI നിലവിൽ വന്നത്. പ്രസ് കമ്മീഷൻ എന്നാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ പത്രങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര മന്ത്രാലയം രൂപീകരിച്ചതാണ്. സത്യസന്ധമായി സ്വാതന്ത്ര്യത്തോടെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് കമ്മീഷനോട് മന്ത്രാലയം ആവശ്യപ്പെട്ടത്. 2 പ്രസ് കമ്മീഷനുകൾ ഇപ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു. ഇതിൽ ആദ്യത്തെ പ്രസ് കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ ഒരു പത്ര രജിസ്ട്രാറെ നിയമിക്കണം എന്നതായിരുന്നു. അത് 1956 ജൂലൈ 1 യാഥാർത്ഥ്യമായി. The office of RNI came into being on July 1, 1956. It was started on the recommendation of the First Press Commission. You know, the First Press Commission was formed by the Ministry of Information and Broadcasting to inquire into the state of the press in India. And one of the Commission's recommendations was to establish the Registrar of Newspapers for India.
Which are the main functions of RNI? You can learn that point by point. First point, title verification. That is verifying the title, that is the name of the publication, and check whether any other publication has got the same name. Second one, registration of newspapers. That's clear. Then third one, issue of revised or duplicate certificates. In case an organization loses their registration certificate, the RNI will provide a duplicate for the same. And the last one is verification of circulation claims of newspapers and periodicals. If a newspaper or any other printed media claim that it has got this much circulation, then the RNI will verify whether the circulation claim is right or wrong. RNIയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ഒന്ന് ചുരുക്കി പറയാം. ശീർഷക പരിശോധന, വർത്തമാനപത്രങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കലും പകർപ്പ് നൽകലും, പത്രമാസികകൾ അവകാശപ്പെടുന്ന പ്രചാര കണക്കുകൾ ശരിയാണോ എന്ന് പരിശോധിക്കൽ. ഇതെല്ലാം വ്യക്തമായി എന്ന് കരുതുന്നു. ഈ 4 പോയിന്റുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ RNI നിലവിൽ വന്ന തീയതിയും ഓർത്തിരിക്കേണ്ടതാണ്. Let's study about the next organization, PIB, Press Information Bureau. We can classify the activities of PIB into 3 categories. First one, PIB provides information regarding the policies, programs, and achievements of government to various media to disseminate among the public. Such information in the form of press releases, features, photos, and database are available on PIB's website. Apart from that, it conducts press conferences, briefings, and interviews with ministers, secretaries, and higher officials. In short, the information regarding the government policies and programs are given to media through PIB, and media disseminates this information to the general public. Press Information Bureauയുടെ 3 ധർമ്മങ്ങളാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. 1, കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളും നേട്ടങ്ങളും മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക. ഇതിനായി വ്യത്യസ്ത മാർഗങ്ങൾ PIB അവലംബിക്കുന്നു. PIBയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സർക്കാർ പരിപാടികളുടെ അടിസ്ഥാന വിവരങ്ങളും ചിത്രങ്ങളും പത്രക്കുറിപ്പുകളുമെല്ലാം നൽകുന്നുണ്ട്. കൂടാതെ മന്ത്രിമാർ, സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുമായുള്ള അഭിമുഖങ്ങളും പത്രസമ്മേളനങ്ങളും ബ്രീഫിംഗുമെല്ലാം PIB സംഘടിപ്പിക്കാറുണ്ട്. സർക്കാർ വകുപ്പുകളുടെ ഔദ്യോഗിക വക്താക്കൾ പ്രധാന വിവരങ്ങൾ വളരെ ലഘുവായി വിവരിക്കുന്നതിനെയാണ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇത് 8ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ PIBയുടെ ഒരു ധർമ്മം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. സർക്കാർ നയപരിപാടികൾ മാധ്യമങ്ങളെ അറിയിക്കുക. മാധ്യമങ്ങൾ ഇത് ജനങ്ങളെ അറിയിച്ചുകൊള്ളും. The second activity of the Press Information Bureau is that it provides feedback to the government on the reaction of the people as reflected in the media. The reaction of the people or the feedback of the public regarding the government policies and programs which is reflected in the media is informed to the government by the Press Information Bureau. So the first activity of PIB is that it informs the public about the government activities. And the second activity is the other way round. That is, the PIB informs the government about the people's reaction to the government activities. Is it clear? Press Information Bureauയുടെ 2ാമത്തെ പ്രവർത്തനം എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളോടുള്ള ജനങ്ങളുടെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി ഇത് സർക്കാരിനെ അറിയിക്കുന്നു. അതായത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് PIBയുടെ ഉത്തരവാദിത്തമാണ്. The third function of PIB is that
It provides accreditation to the media persons. It is this accreditation that helps the media person to access information from the government sources. ഇനി മൂന്നാമത്തെ ധർമ്മം എന്താണ്? മാധ്യമപ്രവർത്തകർക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അക്രഡിറ്റേഷൻ നൽകുന്നു. അക്രഡിറ്റേഷൻ എന്നാൽ മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു അംഗീകാരമാണ്. സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നൽകുന്ന അക്രഡിറ്റേഷൻ മാധ്യമപ്രവർത്തകരെ സഹായിക്കുന്നു. വിദേശ പ്രതിനിധികൾ അതിഥികളായെത്തുന്ന ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിനും മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാണ്. ദേശീയ തലത്തിൽ മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയാണ്. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ 3 ധർമ്മങ്ങളും മനസ്സിലായല്ലോ. 1. സർക്കാരിൻ്റെ നയപരിപാടികൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. 2. മാധ്യമങ്ങളിൽ വരുന്ന പൊതുജന അഭിപ്രായങ്ങൾ തിരിച്ച് സർക്കാരിനെ അറിയിക്കുന്നു. 3. മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നൽകുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ന്യൂഡൽഹി. ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇസ് ഇൻ ന്യൂഡൽഹി. പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മേധാവി. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ഡയറക്ടർ ജനറലും അഡീഷണൽ ഡയറക്ടർ ജനറൽമാരുമുണ്ട്. PIB is headed by the Principal Director